ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് കടക്കാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ ഞാൻ നേരെ വിശേഷത്തിലേക്ക് തന്നെ പോവുകയാണ്. അങ്ങനെ നമ്മുടെ രേവതിക്ക് ബാക്കി പൈസയും കൂടെ കിട്ടി. ദേവു പൈസ എല്ലാം തയ്യാറാക്കി കൊടുത്തു. ഭയങ്കര സന്തോഷമായി രേവതി ഈ പൈസയായിട്ട് നേരെ സച്ചിയുടെ അടുത്ത് എന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം ദേവു പൈസ തന്നോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അതെ, അവളുടെ ഒരു ഫ്രണ്ടിൽ നിന്നാണ് മേടിച്ചു തന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഏതായാലും രക്ഷപ്പെട്ടല്ലോ എന്നൊക്കെ ഓർത്ത് ഇവരിയ്ക്കുകയാണ്. അപ്പൊ അതിനോടൊപ്പം തന്നെ നമ്മുടെ രവീന്ദ്രൻ ഉണ്ടായിരുന്നു. അപ്പൊ രവീന്ദ്രനോട് ഈ സന്തോഷ വാർത്ത പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആരോടാ ഇത് പറയുന്നത്? അപ്പൊ സച്ചി ഓടി ചെന്നിട്ട് അച്ഛ രേവതിക്ക് പൈസ കിട്ടി, ഇനിയിപ്പോ ഓർഡർ എല്ലാം രേവതിക്ക് തന്നെയായിരിക്കും കിട്ടാൻ പോകുന്നത്, നോക്കിക്കോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പൈസ എവിടെ നിന്ന് ഒപ്പിച്ചു പൈസ മോളെ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും പൈസ എനിക്ക് ദേവുവാണ് റെഡിയാക്കി തന്നത് അച്ഛാന്ന് പറഞ്ഞു. അപ്പൊ ഇത് നമ്മുടെ ചന്ദ്ര ഒളിഞ്ഞു മാറി നിന്ന് കേൾക്കാണ് കേട്ടോ. ഇവക്ക് പൈസ കിട്ടിയോ? ഇതെങ്ങനെ? ആ അവളെങ്ങനെ ഇവക്ക് ഇത്രയും പൈസ ഒറ്റയടിക്ക് ഉണ്ടാക്കി കൊടുത്തു? ഇതെങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ ചിന്തിക്കുന്നു. അപ്പൊ നമ്മുടെ രവീന്ദ്രൻ പറയുന്നുണ്ട്, എനിക്കറിയായിരുന്നു മക്കളെ നിനക്ക് പൈസ കിട്ടുമെന്ന്. കാരണം നിനക്ക് നല്ലൊരു മനസ്സുള്ളത് കൊണ്ട് തന്നെ നിനക്ക് ഈ പൈസ കിട്ടും എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. നീ ആരെയും ദ്രോഹിച്ചിട്ടോ ഒന്നുമില്ലല്ലോ. ഏതായാലും നിനക്ക് തന്നെ ഈ ഓർഡർ കിട്ടും. നീ നല്ല രീതിയിൽ ഇത് ചെയ്യുകയും നിനക്ക് ഇതിന്റെ പുറകെ കുറെ ഓർഡറൊക്കെ കിട്ടും. എൻ്റെ അനുഗ്രഹം മോളുടെ കൂടെ ഉണ്ട് എപ്പോഴും. അതുപോലെ നിന്റെ അമ്മയുടെയും അച്ഛന്റെ എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടല്ലോ. ആരുടെയും മനസ്സ് നീ വേദനിപ്പിച്ചിട്ടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ദൈവം നിന്റെ കൂടെ ഉണ്ട് മോളെ. നീ ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് പൊക്കോളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് സച്ചിയോട് പറഞ്ഞു, സച്ചി നീ എല്ലാ കാര്യവും ഇവളുടെ കൂടെ നിന്ന് ചെയ്തു കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞു. അത് പിന്നെ ചെയ്തു കൊടുക്കാതിരിക്കും അച്ഛാ, ഞാനല്ലാതെ പിന്നെ വേറെ ആരാ ഉള്ളത്? ഇന്ന് മുതൽ ഇനി ഞങ്ങൾ അങ്ങോട്ട് പ്രയത്നിക്കാൻ പോവാണ്. ഇന്ന് മുതൽ നോക്കിക്കോ, ഇനി ഇവക്ക് വെച്ചടി കയറ്റമായിരിക്കുന്ന. അപ്പോഴത്തേക്കും ചന്ദ്ര അവിടെ നിൽക്കുന്നത് കണ്ടു. ചന്ദ്ര നിൽക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് സച്ചു പറഞ്ഞു, ഇവിടെ ഉള്ളവരൊക്കെ എന്താ വിചാരിച്ചത്? എന്റെ രേവതിക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റില്ലെന്നല്ലായിരുന്നോ? അതുകൊണ്ടാണല്ലോ എന്തൊക്കെയാ പറഞ്ഞത്. എന്റെ രേവതിക്ക് ഓർഡർ കിട്ടില്ല, ഈ ഓർഡർ മുടങ്ങി പോകുന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എന്തായി എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ സച്ചി ഇങ്ങനെ ചന്ദ്രയുടെ മുഖത്ത് നോക്കി സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ചന്ദ്ര ഒന്നും മിണ്ടുന്നില്ല. ചന്ദ്രയ്ക്കാണെങ്കിൽ ഇനി എന്തെങ്കിലും ഒന്ന് ചെയ്യണമല്ലോ. ഈ ഓർഡർ കിട്ടിയിട്ടുണ്ടെങ്കിൽ രേവതിയുടെ അഹങ്കാരം, രേവതിക്ക് ഭയങ്കര അഹങ്കാരം ആകും. ആ അഹങ്കാരം നമ്മുടെ ചന്ദ്രയ്ക്ക് കാണാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെയാണല്ലോ നമ്മുടെ ചന്ദ്ര വിചാരിച്ചിരിക്കുന്നത്. ഏതായാലും അങ്ങനെ നമ്മുടെ ചന്ദ്ര എന്ത് ചെയ്യുന്നു? ഇതെങ്ങനെ വിട്ടാൽ ശരിയാവത്തില്ല. ഒരു കാര്യം ചെയ്യണം, ഇത് ഹേമേനെ വിളിച്ചു പറയാം, ഹേമേനെ വിളിച്ചു അറിയിക്കണം. അല്ലെങ്കിൽ പിന്നെ ഇതെങ്ങനെയെങ്കിലും തടഞ്ഞില്ലെങ്കിൽ ഇവള് ഇവിടെ വലിയ ആളായിട്ട് നടക്കും. ഒന്നാതെ രേവതി പുരാണം കേട്ട് ഞാൻ മടുത്തു. ഇനി എപ്പോഴും രേവതി പുരാണം ഇവിടെ കേൾക്കേണ്ടി വരും. അതുകൊണ്ട് എന്താണെങ്കിലും ഉറപ്പായിട്ടും ഇത് ഹേമേനെ വിളിച്ചു പറഞ്ഞ് ഇത് മുടക്കിക്കണം. എങ്ങനെയെങ്കിലും ഇവളുടെ പൈസ എങ്ങനെയെങ്കിലും തട്ടിയെടുക്കണം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് കേട്ടോ, അല്ല മോളെ എപ്പോഴാ പൈസ കൊടുക്കാൻ പോകുന്നത് എന്ന് ചോദിക്കുമ്പം അത് പിന്നെ എൻ്റെ വണ്ടിക്ക് എന്തോ ചെറിയൊരു പ്രശ്നമുണ്ട് അച്ഛാ, അത് വർക്ക്ഷോപ്പിൽ ഒന്ന് കാണിക്കണം. പിന്നെ സച്ചേട്ടന് ഓട്ടവും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഓട്ടോറിക്ഷ പിടിച്ചു പോകാന്നാ വെച്ചിരിക്കുന്നത്. ഒരു ഓട്ടോറിക്ഷ വിളിച്ചിട്ടുണ്ട് എന്നിങ്ങനെ പറയുകയും ചെയ്തു കേട്ടോ. ചന്ദ്ര അത് കേൾക്കുകയും ചെയ്തു. ഏതായാലും ചന്ദ്ര ഓടി ചെന്നിട്ട് നേരെ ഹേമേനെ വിളിച്ചു. അപ്പൊ ഹേമ ഫോൺ എടുത്തിട്ട് എന്താ ചന്ദ്രയെന്ന് ചോദിച്ചപ്പം അത് പിന്നെ രേവതിക്ക് ആ പൈസ റെഡിയായി, രേവതി ഇപ്പൊ തന്നെ അത് പൂക്കടയിൽ കൊണ്ടു കൊടുക്കാൻ പോവുകയാണ്. അപ്പൊ പൂ ഇറക്കി കഴിഞ്ഞാൽ പിന്നെ ഹേമേ നീ വിചാരിച്ചതുപോലെ ഒന്നും നടക്കാൻ പോകുന്നില്ല. കാരണം അവള് നേരെ ഓർഡർ പിടിച്ച് ആ മണ്ഡപവും അതുപോലെ ആ എല്ലാ കാര്യങ്ങളും അവള് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന എനിക്ക് ഉറപ്പുള്ള കാര്യമാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അല്ല അവളിപ്പോ അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു നമ്മുടെ ഹേമ. അപ്പം ചന്ദ്ര പറഞ്ഞു, അവള് ഇപ്പൊ ഇവിടെ ഉണ്ട്, പക്ഷെ ഇപ്പൊ തന്നെ അവള് ഓട്ടോയ്ക്ക് ഇവിടുന്ന് പുറപ്പെടും. ഓട്ടോയ്ക്ക് പുറപ്പെട്ടിട്ട് അവള് നേരെ പൂക്കടയിലേക്ക് പോയി പൂ ഓർഡർ എടുക്കാനുള്ള ഇത് ലിസ്റ്റൊക്കെ കൊടുത്തിട്ട് അവള് പൈസ അഡ്വാൻസും കൊടുത്തിട്ട് ഇങ്ങോട്ടേക്ക് തിരിച്ചു വരത്തുള്ളൂ എന്ന് പറയുമ്പം ചന്ദ്രമതി നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, അവള് ഒരിക്കലും ഈ ഓർഡർ പിടിച്ച് വലിയ ആളൊന്നും ആകാൻ പോകുന്നില്ല. നോക്കിക്കോ, ഇന്നും കൊണ്ട് അവളുടെ അഹങ്കാരം തീരാൻ പോവുകയാണ്. അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട എന്നിങ്ങനെ നമ്മുടെ ചന്ദ്രയോട് ഹേമ പറഞ്ഞു കേട്ടോ. ഏതായാലും നമ്മുടെ ചന്ദ്രയ്ക്ക് അതിലൊരു വിശ്വാസമുണ്ട്. അങ്ങനെ ഹേമെ ശരി എന്നാൽ നീ വെച്ചേരെ, ഞാൻ ഒത്തിരി നേരം ഇവിടെ നിന്ന് സംസാരിച്ചു കഴിഞ്ഞാല് ഇങ്ങോട്ടേക്ക് രവിയേട്ടൻ കയറി വന്നാൽ കേൾക്കുമെന്ന് പറഞ്ഞപ്പം എന്നാ പിന്നെ ചന്ദ്ര വെച്ചോ, മാത്രമല്ല അവൾ അവിടെ നിന്ന് ഏത് ഓട്ടോയ്ക്കാണ് പോരുന്നത് എന്ന് എന്നെ ഒന്ന് വിളിച്ച് അറിയിക്കണം, അതുപോലെ തന്നെ ഓട്ടോയുടെ നമ്പർ എന്നെ ഒന്ന് വിളിച്ച് അറിയിക്കണം എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പൊ ഇത് പ്രകാരം നമ്മുടെ ചന്ദ്ര വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ, ഓട്ടോ വരുന്നതും കാത്ത്. കുറെ നേരമായിട്ടും ഓട്ടോ വരുന്നില്ല. ചന്ദ്രയ്ക്കാണെങ്കിൽ കലി വരാൻ തുടങ്ങി. എങ്ങനെയെങ്കിലും നമ്മുടെ രേവതിനെ
അപകടത്തിൽപ്പെടുത്തണമല്ലോ. അതുപോലെ ആ ഓർഡർ രേവതിക്ക് കിട്ടരുതല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു. ഏതായാലും ഈ ഒരു സമയത്ത് പെട്ടെന്ന് ഓട്ടോ വന്ന് നമ്പർ നമ്മുടെ ചന്ദ്ര നേരെ വിളിച്ച് ഹേമേനെ അറിയിച്ചു. അങ്ങനെ ഹേമ പറഞ്ഞു, ഇനി ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഇനി അവളുടെ കാര്യം പോക്ക് തന്നെയാണ്, നോക്കിക്കോ, അവൾക്കൊരു ഓർഡറും കിട്ടാൻ പോകുന്നില്ല. അവൾക്ക് ഈ പൈസ ഉണ്ടല്ലേ ഓർഡർ കിട്ടത്തുള്ളൂ. അവൾക്ക് ഈ പൈസ കൊണ്ട് കൊടുക്കാനായിട്ട്, പൂക്കടെ കൊണ്ട് കൊടുക്കാനായിട്ട് പറ്റത്തില്ല. അതിനു മുമ്പ് അവളുടെ കയ്യിൽ നിന്ന് ആ പൈസ പോയിരിക്കും. ചന്ദ്ര ഏതായാലും വെച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ചന്ദ്ര ഫോൺ വെച്ചു. ചന്ദ്ര, എന്റെ ദൈവമേ, ഇപ്പോഴാണ് എനിക്ക് ആശ്വാസമായത്. ഇല്ലെങ്കിൽ അഹങ്കാരിയുടെ അഹങ്കാരം ഞാൻ കാണണ്ടായിരുന്നോ. അവള് വലിയ പൂവെട്ടുകാരിയായി, അവള് വലിയ എന്താ പറയാ, കല്യാണ മണ്ഡപമൊക്കെ എടുക്കുന്ന വലിയ ബിസിനസ്സുകാരിയൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിവിടെ ചെവിതല ഉണ്ടാകത്തില്ല. അതുകൊണ്ട് അവക്കിട്ടൊരു പണി അത് വേണം. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാ ഹേമേനെ എന്നെ ദൈവം എന്റെ മുമ്പിൽ കൊണ്ടുപോയി കാണിച്ചു തന്നത് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ചന്ദ്ര പറഞ്ഞിട്ട് പൂജാമുറി പോയി ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. ഏതായാലും ഇതേ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഹേമ കുറച്ച് ഗുണ്ടകളെ എല്ലാം കൂടെ ഒപ്പിച്ചിട്ട് ഹേമ പറയാണ്, അത് ഈ നമ്പറാണ്, ഈ നമ്പർ ഇതാണ് ആ ഒരു ഓട്ടോറിക്ഷയുടെ നമ്പർ. ഈ നമ്പർ കാണുന്ന ഓട്ടോ നിങ്ങൾ തടഞ്ഞു നിർത്തി അതിനകത്ത് ഒരു പെണ്ണുണ്ടാകും. ആ പെണ്ണിന്റെ കയ്യിൽ നിന്ന് ആ ഒരു എന്താ ഇത് തട്ടിപ്പറിച്ചോണ്ട് പോണം. അതാണ് പേഴ്സ് തട്ടിപ്പറിച്ചോണ്ട് പോണം. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ ചെയ്തിട്ട് അത് എനിക്ക് തെളിവ് സഹിതം കൊണ്ടു തരണം. എങ്കില് നിങ്ങൾ പറയുന്ന പൈസ ഞാൻ നിങ്ങൾക്ക് തരാന്ന് പറയുന്നു. അപ്പം മേഡം, ശരി മേഡം, ഇതൊക്കെ സിമ്പിൾ കേസാണ്, ഇതൊക്കെ വെറും സിമ്പിൾ ആണ് മേഡം, ഇത് ഞാൻ ചെയ്തു തരാം, ഇത് ഞങ്ങൾ ചെയ്തു തരാമെന്ന് ഇങ്ങനെ പറയാണ് കേട്ടോ. അങ്ങനെ ഇവന്മാര് ആ ഓട്ടോയും തപ്പി ഇങ്ങനെ പോവുക. ഓട്ടോയുടെ നമ്പർ നമ്മുടെ ചന്ദ്ര പറഞ്ഞു കൊടുത്തല്ലോ. അപ്പൊ ആ ഓട്ടോയും തപ്പി ഇങ്ങനെ ഓട്ടോയുടെ പുറകെ പോവുകയാണ്. അപ്പൊ അങ്ങനെ ഓട്ടോ കണ്ടു. ഓട്ടോ അത്യാവശ്യം സ്പീഡിലാണ് പോകുന്നത് കേട്ടോ. അപ്പൊ രേവതിയും ഓട്ടോക്കാരനും പരിചയക്കാരൊക്കെ തന്നെയാണ്. അപ്പൊ രേവതിയോട് ചോദിക്കുന്നുണ്ട്, രേവതി, നിനക്ക് എങ്ങനെയാണ്, എന്താണ് നിന്റെ കുടുംബജീവിതമൊക്കെ എങ്ങനെ പോകുന്നു, സച്ചി എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് രേവതി പറയുന്നുണ്ട്, സച്ചേട്ടനെ വിവാഹം കഴിച്ചത് എന്റെ ഭാഗ്യമാണ് ചേട്ടാ. കാരണം സച്ചേട്ടനെ പോലെ ഒരു ഭർത്താവ് ഉള്ളത് കൊണ്ടാണ് ഞാനിപ്പം നല്ല രീതിയിൽ തന്നെ ജീവിക്കുന്നത്. ആദ്യമൊക്കെ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പാടായിരുന്നു, പക്ഷെ ഇപ്പം സച്ചേട്ടൻ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക്, അല്ല വീട്ടിലെല്ലാവരും എങ്ങനെയുണ്ട്? അവരാരും കുഴപ്പമൊന്നുമില്ല, എല്ലാവർക്കും എന്നോട് ഭയങ്കര കാര്യം തന്നെയാണ് എന്ന് പറഞ്ഞപ്പം, രേവതി, നീ ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ, ദൈവം നിന്റെ കഷ്ടപ്പാട് കാണാതിരിക്കില്ലല്ലോ, അതാണ് നിന്നെ നല്ലൊരു കുടുംബത്തിലേക്ക് ദൈവം പറഞ്ഞയച്ചത്. ഏതായാലും സച്ചി നല്ലവൻ തന്നെയാണ്, അവൻ നല്ലൊരു ഡ്രൈവറും അവൻ നല്ലവനൊക്കെ തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഇപ്പൊ ഇതൊക്കെ കേട്ട് ഭയങ്കര സന്തോഷത്തോടു കൂടി ഇങ്ങനെ പോവാണ്. ഏതായാലും നമ്മുടെ സച്ചി അല്ല രേവതി അവിടെ എവിടെയെങ്ങാണ്ട് ചെന്ന് ഇറങ്ങി ഈ ഒരു സമയത്ത് പൈസ കൊടുത്തു, വണ്ടിക്കൂലി കൊടുത്ത് ഈ സമയത്താണ് ഇവന്മാര് പെട്ടെന്ന് വന്ന് ഒരു സ്കൂട്ടറിലൊക്കെ ആയിട്ട് വന്നിട്ട് പെട്ടെന്ന് വന്ന് നമ്മുടെ രേവതിയുടെ കയ്യിലിരുന്ന പേഴ്സും തട്ടിപ്പറിച്ചോണ്ട് പോയി. രേവതി ആണെങ്കിലും അവിടെ മലനടിച്ച് വീണ് തലയൊക്കെ പൊട്ടി കേട്ടോ. രേവതി അങ്ങോട്ട് വല്ലാത്തൊരു സിറ്റുവേഷനിലായി. ഈ ഒരു സമയത്ത് നമ്മുടെ രേവതി നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ചേച്ചിമാരെ ഹെൽപ്പ് ചെയ്യാനായിട്ട്, പൂ കെട്ടാനൊക്കെ വരാനായിട്ട് ഹെൽപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ചേച്ചിമാര് നമ്മുടെ രേവതി നിൽക്കുന്ന സ്പോട്ടിൽ വരികയാണ്. അപ്പൊ രേവതിക്കും ഈ ചേച്ചിമാർക്കൊക്കെ ഒരുമിച്ച് പോകാലോ നേരെ വീട്ടിലേക്ക്. അപ്പൊ അങ്ങനെ രേവതി വിളിച്ചിട്ട് വരുന്നതാണ്. രേവതി വിളിച്ചിട്ട് വന്ന ചേച്ചിമാര് നോക്കിയപ്പോഴത്തേക്കും രേവതി കിടക്കുന്നു, രക്തത്തിൽ കുളിച്ച് തലയൊക്കെ പൊട്ടി ചോര ഒലിച്ച് കിടക്കുകയാണ് കേട്ടോ. അയ്യോ, ചേച്ചിമാര് പേടിച്ചു പോയി. ചേച്ചിമാര് വന്നിട്ട് ഇത് എന്താ രേവതി എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, എന്റെ പൈസ പോയി, പാവം എന്റെ ദേവു, എനിക്ക് കഷ്ടപ്പെട്ടുണ്ടാക്കി തന്ന എന്റെ പൈസ കള്ളന്മാര് കൊണ്ടുപോയി എന്ന് പറഞ്ഞുകൊണ്ട് കരയാണ്. അപ്പോഴത്തേക്കും പൈസയോ? പൈസ പോയി, എനിക്കത് പിടിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു ഓടി ഇവന്മാരുടെ പുറകെ ഓടാൻ തുടങ്ങുമ്പോഴത്തേക്കും നന്നായിട്ട് എന്താ പറയാ രക്തം വരുന്നുണ്ടായിരുന്നേ. നല്ല രക്തം ഉണ്ടായതുകൊണ്ട് തന്നെ ആ ചേച്ചിമാരെല്ലാവരും കൂടി ചേർന്നിട്ട് നിന്റെ ജീവൻ തിരിച്ചു കിട്ടിയത് തന്നെ ഭാഗ്യം എന്ന് വേണം പറയാനായിട്ട്. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, നമുക്കിപ്പോ ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് രേവതിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അങ്ങനെ രേവതിക്കാണെങ്കിൽ ഒരു സമാധാനവുമില്ല. ഓർഡർ കിട്ടാഞ്ഞിട്ടല്ല, ദേവു കഷ്ടപ്പെട്ട് ഉണ്ടാക്കി കൊടുത്ത പൈസയാണേ, ഇതെല്ലാം തിരിച്ച് നമ്മുടെ ദേവുവിന് കൊടുക്കാനുള്ളതാണല്ലോ. അപ്പൊ അതുകൊണ്ട് ആകെപ്പാടെ ടെൻഷനായി പോയിട്ട് നമ്മുടെ രേവതിക്ക്. ഏതായാലും രേവതി ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ സച്ചി വരികയാണേ. അപ്പൊ സച്ചി വന്ന ഉടനെ തന്നെ, രേവതി നിനക്ക് എന്താ പറ്റിയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ രേവതി ഭയങ്കരമായിട്ട് കരഞ്ഞിട്ട്, സച്ചേട്ടാ പൈസ പോയി സച്ചേട്ടാ, എന്റെ ദേവു എനിക്ക് തന്ന പൈസ അല്ലായിരുന്നു സച്ചേട്ടാ, അതൊക്കെ പോയി സച്ചേട്ടാ എന്ന് പറഞ്ഞു ഭയങ്കര കരച്ചില്. പറഞ്ഞു നിനക്ക് എന്തെങ്കിലും പറ്റിയോന്ന് ചോദിച്ചപ്പോഴത്തേക്കും ആ സിസ്റ്റർ പറഞ്ഞു, ഹേയ് പ്രശ്നമൊന്നുമില്ല, ചെറുതായിട്ട് തലയൊന്ന് ബഡ്ജായിരുന്നു, അത് മാത്രമേ ഉള്ളൂ, അതിപ്പം നോർമൽ ആയിട്ടുണ്ട്, നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന്
നിങ്ങൾക്ക് ഇപ്പൊ തന്നെ വീട്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞു. അപ്പോഴാണ് സച്ചിക്ക് ആശ്വാസം. അതപ്പോ സച്ചി പറഞ്ഞു, പൈസ പോയത് പോട്ടെ, ദൈവമേ ഞാൻ എന്ത് പേടിച്ച ഓടി ഇങ്ങോട്ടേക്ക് വന്നതെന്ന് അറിയാമോ രേവതി, ഇപ്പോഴെ എന്റെ ജീവൻ വീണത്, നിനക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്ന് ഓർത്തിട്ടായിരുന്നു എന്റെ സങ്കടം എന്ന് പറഞ്ഞപ്പോ, എന്റെ പൊന്ന് സജ്ജേട്ട, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും കുഴപ്പമില്ലായിരുന്നു, ദേവ് ഉണ്ടാക്കി തന്ന പൈസ അല്ലേ സജ്ജേട്ട, ഇനിയിപ്പൊ ഞാൻ എന്ത് ചെയ്യും സജ്ജേട്ട എന്ന് പറയുമ്പോ, നീ കരയാതിരിക്കുക, ഒരു പൈസ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും മാർഗം തെളിയും രേവതി, വേറെ എന്തെങ്കിലും മാർഗം നമുക്ക് ഉണ്ടാകും, അതുകൊണ്ട് നീ സമാധാനമായിട്ടിരിക്കുക, നമുക്ക് വീട്ടിൽ പോകാന്ന് പറയാം. രേവതി സച്ചി അങ്ങനെ നേരെ ചന്ദ്രോദയത്തേക്ക് ചെല്ലുകയാണ്. ഏതായാലും രേവതിയുടെ തല മുഴച്ചിരിക്കുന്നതും ഇങ്ങനെ വെച്ച് കെട്ടിയതൊക്കെ കണ്ടിട്ട് ശ്രീകാന്തും വർഷയും എല്ലാവരും വന്നു. രവീന്ദ്രനൊക്കെ വന്നിട്ട്, യോ ഇതെന്താ പറ്റിയത് മോളെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും രേവതി ഭയങ്കര കരച്ചിലാണ്. അപ്പം സച്ചി പറയുന്നുണ്ട്, പേടിക്കൊന്നും വേണ്ട, ഇവളുടെ കരച്ചിൽ കണ്ടിട്ട് പ്രശ്നമൊന്നുമില്ല, ചെറിയൊരു മുറിവ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ, ഇത് എങ്ങനെയാ സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ സച്ചി കാര്യങ്ങളൊക്കെ തുറന്നു പറയുകയാണ് കേട്ടോ. ചന്ദ്ര ഇത് നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. ചന്ദ്രയ്ക്ക് അപ്പോഴാണ് ആശ്വാസമായത്. ചന്ദ്ര ഇനി ഇവൾ എങ്ങനെ ഓർഡർ പിടിക്കും എന്ന് അവിടെ നിന്ന് തന്നെ ഒച്ചത്തി പറയുന്നുണ്ട്. ഇവളുടെ അഹങ്കാരത്തിന് ദൈവം കൊടുത്തതാണ്. അതെ, ആനയും ആടും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ആന ചെയ്യുന്നതെല്ലാം ആടിന് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നത് അത് വെറും പൊട്ടത്തരമാണ്. ആ പെണ്ണില്ലേ, ആ ഹേമ, ആ പെണ്ണ് ഈ ഒരു ഓർഡർ എടുത്ത് ചെയ്യാനുള്ള കഴിവുള്ള പെണ്ണാണ്, അവൾക്ക് പൈസയൊക്കെ ഉണ്ട്. പക്ഷെ നീ അവളോടല്ലേ മത്സരിച്ചത്, പിന്നെ എങ്ങനെയാടി നിനക്ക് ഗതി കിട്ടുന്നത് എന്നൊക്കെ ചോദിച്ച് നമ്മുടെ രേവതിനെ കളിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതിനിടയിൽ ശ്രീകാന്ത് പറയുന്നുണ്ട്, എന്താ അമ്മേ ഇത് ഈ ഒരു സമയത്താണോ രേവതി ചേച്ചിയുടെ ഇങ്ങനെയൊക്കെ പറയുന്നത്, കഷ്ടമുണ്ട് കേട്ടോ എന്ന് പറയുമ്പോ, പിന്നെ എന്താടാ പറയേണ്ടത്, അവൾക്ക് വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ, നീ ഒരു കാര്യം ചെയ്യ, അടുക്കളയിൽ ചെന്ന് പണി ചെയ്യാൻ നോക്കാൻ പറഞ്ഞിട്ട് ഒരു കണ്ണിച്ചോര ഇല്ലാത്ത വർത്താനാണ് കേട്ടോ നമ്മുടെ ചന്ദ്ര പറയുന്നത്. അപ്പൊ ഏകദേശം നാളെ ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാണ് വിശേഷം അവസാനിക്കുന്നത് കേട്ടോ. അപ്പൊ അടുത്ത വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക, അടുത്ത റിവ്യൂ ആയിട്ട് കാണാം. അതുവരെ ടാറ്റ ബൈ ബൈ. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കല്ലേ.